ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മോഡേൺ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മോഡേൺ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കാം. ദ മോഡേൺ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്ലെയിൻസ് ഹൗ the income generated in an economy is distributed among the factors of production. അതായത് ഒരു എക്കണോമിയിൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം അതിന്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം, അത് ബേസ് ആണ്. എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ്. അപ്പൊ ഈ ഘടകങ്ങളിലേക്ക് ഒരു ജനറേറ്റ് ചെയ്ത ഒരു എക്കണോമിയിൽ ജനറേറ്റ് ചെയ്ത ഇൻകം എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ബേസ്ഡ് ഓൺ ദെയർ കോൺട്രിബ്യൂഷൻ, അത് ഏതിന്റെ ബേസിലാണ്? അവരുടെ ഓരോന്നിന്റെയും കോൺട്രിബ്യൂഷൻ. ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ലാൻഡ് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ലേബർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു, ഇങ്ങനെയുള്ള ആ കോൺട്രിബ്യൂഷന്റെ ബേസിൽ, ബേസ്ഡ് ഓൺ ദിയർ കോൺട്രിബ്യൂഷൻ ടു ദ പ്രൊഡക്ഷൻ പ്രോസസ്. ബട്ട് ദിസ് തിയറി ഫോക്കസസ് ഓൺ ദ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ഈച്ച് ഫാക്ടർ. ഓരോ ഫാക്ടറിന്റെയും മാർജിനൽ പ്രൊഡക്ടിവിറ്റി, അത് അഡീഷണൽ ആയിട്ട് എത്ര ഒരു എക്സ്ട്രാ ലേബർ വന്നപ്പോൾ ആ എക്സ്ട്രാ വന്ന ലേബർ എത്ര പ്രൊഡ്യൂസ് ചെയ്തു, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഓക്കെ, ഓഫ് ഈച്ച് ഫാക്ടർ ആൻഡ് ഈസ് റൂട്ടഡ് ഇൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ്, അതായത് ഞാൻ പറയാൻ പോണ രണ്ട് പ്രിൻസിപ്പിളിൽ നിന്നാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെയാണ്? മാർജിനലിസം ആൻഡ് ഇക്വിലിബ്രിയം അനലൈസിസ്. ഇതിന്റെ രണ്ട് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ പ്രിൻസിപ്പിൾസ് നോക്കാം. കീ പ്രിൻസിപ്പിൾസ് ഓഫ് ദ മോഡേൺ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഒന്നാമത്തത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറിയാണ്. അതായത് എന്താണത്? ദ ഇൻകം, അതായത് ആ റിവാർഡ് ഏൺഡ് ബൈ എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് ദാറ്റ് ഈസ് ദ അഡീഷണൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എംപ്ലോയിങ് വൺ മോർ യൂണിറ്റ് ഓഫ് ദാറ്റ് ഫാക്ടർ. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു വൺ മോർ യൂണിറ്റ്, അല്ലെങ്കിൽ ഒരു അധികമായിട്ടൊരു എക്സ്ട്രാ ലേബർ വരുമ്പോഴത്തേക്ക് ആ എക്സ്ട്രാ ലേബർ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഫാക്ടർ വൈൽ കീപ്പിംഗ് അതേഴ്സ് കോൺസ്റ്റന്റ്. അതാണ്, അതായത് മറ്റ് ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് ഒരു ഫാക്ടർ എക്സ്ട്രാ വരുമ്പോഴത്തേക്ക് ആ എക്സ്ട്രാ ഫാക്ടർ എത്ര പ്രൊഡ്യൂസ് ചെയ്തു, അതാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. വേജസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. അതായത് വേജസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു ലേബറിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി അടിസ്ഥാനപ്പെടുത്തിയാണ്. ആൻഡ് റെന്റ് ബൈ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ലാൻഡ്. അപ്പൊ ലാൻഡിന്റെ പ്രൊഡക്ടിവിറ്റി അടിസ്ഥാനപ്പെടുത്തിയാണ് റെന്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. അടുത്ത മാർക്കറ്റ് ഡിറ്റർമിനേഷൻ ആണ്. അതായത് ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റീവ് മാർക്കറ്റ്സ്, പെർഫെക്റ്റ്ലി കോമ്പറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിൽ ദ പ്രൈസ് ഓഫ് ഈച്ച് ഫാക്ടർ, അതായത് ഓരോ ഫാക്ടറിന്റെയും, ലാൻഡ് ആയാലും ലേബർ ആയാലും ഓരോ ഫാക്ടറിന്റെയും പ്രൈസ് തീരുമാനിക്കുന്നത്, പ്രൈസ് ഉദ്ദേശിച്ചത് ഇപ്പം ലേബർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ വേജ് തീരുമാനിക്കുന്നത് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഇന്ററാക്ഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ആ ഒരു ഇന്ററാക്ഷൻ ആണ് ആ ഒരു ഫാക്ടറിന്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. അപ്പൊ ഡിമാൻഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫേംസ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഫേംസ് ഫോർ പ്രൊഡക്ഷൻ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫേം എംപ്ലോയ് ചെയ്യുന്ന ആ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈ ഹൗസ് ഹോൾഡ്സ് ആണ്. ഹൗസ് ഹോൾഡിൽ നിന്നാണല്ലോ, വീടുകളിൽ നിന്നാണല്ലോ ആൾക്കാർ ഫേമിലേക്ക് ജോലിക്ക് പോകുന്നത്. അപ്പം ബൈ ഹൗസ് ഹോൾഡ്സ് ഓർ ഇൻഡിവിജ്വൽസ് ഓഫറിംഗ് ദെയർ സർവീസ് ഓർ റിസോഴ്സസ്, ഇതാണ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ ആണ് ഇതിന്റെ ഈ ഫാക്ടേഴ്സിന്റെ വില തീരുമാനിക്കുന്നത്. അപ്പം ഇവിടെ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇക്വിലിബ്രിയം ഒക്കേഴ്സ് വെൻ ദ സപ്ലൈ ഓഫ് ഫാക്ടർ ഈക്വൽസ് ഇറ്റ്സ് ഡിമാൻഡ്. സപ്ലൈ, ഒരു ഫാക്ടറിന്റെ സപ്ലൈ അതിന്റെ ഡിമാൻഡ് തുല്യമാകുമ്പോഴാണ് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. അടുത്ത ഇതിലെ മൂന്നാമത്തെ ഫാക്ടറാണ് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ വേഴ്സസ് പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസസ് ഓൺ ദ ഡിവിഷൻ ഓഫ് നാഷണൽ ഇൻകം എമംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇടയിൽ നാഷണൽ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് വേജ് ആർക്കാണ് പോകുന്നത്? ലേബറിന്. അപ്പൊ ലേബറിന് വേജ്, ലാൻഡിന് റെന്റ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, പിന്നെ ഓൺട്രപ്രണർക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. അപ്പൊ ഇങ്ങനെ ഒരു ഈ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എക്സാമിൻസ് ഹൗ ഇൻകം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ഇൻഡിവിജ്വൽസ് ഓർ ഹൗസ് ഹോൾഡ്സ് ഇൻ എ സൊസൈറ്റി. അതായത് സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസിന് നാഷണൽ ഇൻകം ഡിവൈഡ് ചെയ്ത് പോകുന്നതിനാണ് പേഴ്സണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് റോൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷന്റെ റോൾ ഇതിൽ പറയുന്നുണ്ട്. അതായത് മോഡേൺ തിയറി അക്നോളജസ് ദാറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ സംടൈംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വൺ അനദർ. അതായത് ഒരു ഫാക്ടറിന് പകരം മറ്റൊരു ഫാക്ടർ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം നോക്കാം. അതായത് ഓട്ടോമേഷൻ റീപ്ലേസിംഗ് ലേബർ. അതായത് ഒരു ടെക്നോളജി കൊണ്ടുവന്ന്, ഒരു മെഷീൻ കൊണ്ടുവന്ന് ലേബറിനെ റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ് ഉദാഹരണം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അഡ്ജസ്റ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ഓൺ റിലേറ്റീവ് ഫാക്ടർ പ്രൊഡക്ടിവിറ്റി. അതായത് അതിന്റെ ഫാക്ടർ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ച്, ഉദാഹരണത്തിന് മെഷീനാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനാണ് പ്രൊഡക്ടിവിറ്റി കൂടുതലുണ്ടെങ്കിൽ ലേബറിനെ മാറ്റിയിട്ട് അവിടെ മെഷീനറി വെക്കാം. അതൊരു ഇതിന്റെ ഒരു പോയിന്റ് ആണ്. അടുത്ത വന്നത് ഡൈനാമിക് നേച്ചർ ആണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നേച്ചർ ഇതിനുണ്ട് എന്ന് ഈ തിയറി പറയുന്നു. അത് മോഡേൺ തിയറീസ് ഇൻകോർപ്പറേറ്റ് ദ എഫക്ട്സ് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. അതാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നു. ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, അതായത് ഡിമാൻഡ്, കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് പോളിസി ഇന്റർവെൻഷൻസ്, ഗവൺമെന്റ് പോളിസി, അവരുടെ ഇടപെടൽ മാറിക്കൊണ്ടിരിക്കുന്നു എക്കണോമിയിൽ. പിന്നെ റെക്കഗ്നൈസിങ് ദാറ്റ് ഫാക്ടർ ഇൻകംസ് ഇവോൾവ് ഓവർ ടൈം. അതായത് ഫാക്ടർ ഇൻകം, ഓരോ ഫാക്ടറിനും കിട്ടുന്ന ഇൻകം പരിണമിച്ച് വരുന്നുണ്ട്. അതായത് മാറി മാറി വരുന്ന ഒന്നാണ് എന്നും ഈ തിയറി അസ്യൂം ചെയ്യുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മോഡേൺ ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഒന്നാമത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് എത്ര വേഗത്തിൽ ഒരു ഫാക്ടർ വെച്ച് മറ്റൊരു ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളത്. അതായത് ദ ഈസ് വിത്ത് വിച്ച് വൺ ഫാക്ടർ ക്യാൻ റീപ്ലേസ് അനദർ അഫക്ട്സ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇങ്ങനെ ഈസി ആയിട്ട് ഒരു ഫാക്ടറിനെ മറ്റൊരു ഫാക്ടറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഇൻകം ഡിസ്ട്രിബ്യൂഷനെ അഫക്ട് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് ഉദാഹരണത്തിന്, ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് ലേബർ ക്യാൻ ബി ഈസിലി റീപ്ലേസ്ഡ് ബൈ മെഷീൻസ്. ഒരു തൊഴിലാളിയെ മാറ്റിയിട്ട് അവിടെ മെഷീൻ വെച്ച് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ മേ ഏൺ എ ലാർജർ ഷെയർ ഓഫ് ഇൻകം. അവിടെ കൂടുതൽ ഇൻകം കിട്ടുന്നത് എന്തിനാണ്? ആ ക്യാപിറ്റലാണ്, മെഷീനറിയാണ് കൂടുതൽ ഇൻകം ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഫാക്ടർ ഇതിനുണ്ട്. അടുത്തത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് മറ്റൊരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണ്. അതായത് അഡ്വാൻസസ് ഇൻ ടെക്നോളജി ഇങ്ങനെ പുരോഗമിച്ച് പോയി കഴിഞ്ഞാൽ ഓഫൺ ഫേവർ സർട്ടൺ ഫാക്ടേഴ്സ്. അപ്പോഴത്തേക്ക് ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നത് ഏതിനായിരിക്കും ഫേവർ ചെയ്യുന്നത്? ഇപ്പോൾ ക്യാപിറ്റൽ ഉദാഹരണം പറയുന്ന ക്യാപിറ്റൽ ഇൻ ഓട്ടോമേഷൻ. അതായത് കൂടുതൽ ക്യാപിറ്റലിനായിരിക്കും, ഓട്ടോമേഷന് ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനായിരിക്കും ഈ ടെക്നോളജി അഡ്വാൻസ്മെന്റ് അഫക്ട് ചെയ്യുന്നത്, ഗുണം ചെയ്യുന്നത്. അപ്പോൾ ആൾട്ടറിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഡൈനാമിക്സ്. അപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഡൈനാമിക്സ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം വേജ് എന്നുള്ള ആ ഒരു റിവാർഡ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ഫാക്ടറാണ് മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കില്ല റിയൽ വേൾഡിൽ. റിയൽ വേൾഡ് മാർക്കറ്റ്സ് ഓഫൺ ഡീവിയേറ്റ് ഫ്രം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഡ്യൂ ടു മോണോപോളിസ്. അവിടെ മോണോപോളിസ് ഉണ്ട്, ബാർഗെയിനിങ് പവർ അവിടെ വരുന്നുണ്ട്, ആൻഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ, ഗവൺമെന്റ് ഇടപെട്ട് ടാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിന് ഇമ്പാക്ടിങ് ഹൗ ഇൻകം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. അത് ഓരോ ഫാക്ടറിനും ഡിവൈഡ് ചെയ്ത് പോകണ ഇൻകത്തിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണിത്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് പോളിസി ഫാക്ടേഴ്സ് എന്ന് പറയും. അതായത് ഇവിടെ മിനിമം വേജ്, ഗവൺമെന്റ് കൊണ്ടുവരുന്ന മിനിമം വേജ് ലോസ് ഉണ്ട്. അപ്പം അവിടെ ലേബേഴ്സിന് ഇത്ര വേജ് കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു നിയമമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൾട്ടർ ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പം ലേബർ ലോസ് ഉണ്ട്, ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഇൻഫ്ലുവൻസ്. അപ്പൊ ഈ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൗ ഇൻകം ഈസ് ഷെയർഡ് ബിറ്റ്വീൻ ലേബർ, ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ. അപ്പൊ ഇതൊക്കെ ഈ ഞാൻ മേൽപ്പറഞ്ഞ ഘടകങ്ങളൊക്കെ ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റലിനൊക്കെ ആ ഒരു ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോണ കാര്യത്തിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഇനി നമുക്ക് ഇതിലെ വിമർശനങ്ങൾ മനസ്സിലാക്കാം. ക്രിറ്റിസിസംസ് ഓഫ് ദ മോഡേൺ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഒന്നാമത്തത് അൺറിയലിസ്റ്റിക് അസംഷൻസ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ കേട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇതിലെ മിക്ക അസംഷൻസും അൺറിയലിസ്റ്റിക് ആണ്. അതിൽ ഒന്നാമത്തെ ഉദാഹരണമാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പം ഇറ്റ് അസ്യൂംസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് റാഷണൽ ബിഹേവിയർ. ഇതൊക്കെ അൺറിയലിസ്റ്റിക് ആണ്, വിച്ച് ഡു നോട്ട് ഓൾവേസ് ഹോൾഡ് ഇൻ റിയൽ വേൾഡ് മാർക്കറ്റ്സ്. അതായത് റിയൽ വേൾഡ് മാർക്കറ്റ് ഇതൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളത് ഒരു വിമർശനമാണ്. ഇന്നിക്വാളിറ്റി, അതായത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി മേ നോട്ട് ആഡിക്വേറ്റ്ലി അഡ്രസ് ഇൻകം ഇന്നിക്വാളിറ്റി. അതായത് ഇൻകം ഇന്നിക്വാളിറ്റി മതിയായ രീതിയിൽ ഇത് അഡ്രസ് ചെയ്യുന്നില്ല, ഈ തിയറി അഡ്രസ് ചെയ്യുന്നില്ല. ആസ് സർട്ടൻ ഗ്രൂപ്പ്സ് ഓർ ഫാക്ടേഴ്സ്, അതായത് ചില ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ചില ഫാക്ടേഴ്സിന് മേ ഹാവ് അൺഈക്വൽ ആക്സസ് ടു റിസോഴ്സസ് ഓർ ഓപ്പർച്യൂണിറ്റീസ്. അത് നമുക്ക് റിയൽ വേൾഡിൽ അറിയാം, ചില ഗ്രൂപ്പ്സിന് ചില റിസോഴ്സിനുള്ള കൂടുതലായിട്ടുള്ള ആക്സസ് ഉണ്ടാവും, ചിലർക്ക് കുറച്ച് ആക്സസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഈ ഇന്നീക്വാലിറ്റി ഒന്നും ഇത് അഡ്രസ് ചെയ്യുന്നില്ല. അതൊരു വിമർശനമാണ്. അടുത്തത് നെഗ്ലക്ട് ഓഫ് പവർ ഡൈനാമിക്സ്. പവർ ഡൈനാമിക്സ് ഇത് നെഗ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഇഗ്നോർസ് ദ റോൾ ഓഫ് ബാർഗെയിനിങ് പവർ ഇത് നെഗ്ലക്ട് ചെയ്യുന്നു. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ഇൻ ഡിറ്റർമിനിങ് വേജ് ആൻഡ് പ്രോഫിറ്റ്സ്. അതായത് വേജ്, പ്രോഫിറ്റ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഘടനാപരമായിട്ടുള്ള ഒരു ഫേമിൽ തന്നെ ചില ഫാക്ടേഴ്സ് ഉണ്ട്, അതൊക്കെ ഇത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ വിമർശനങ്ങളാണ്. ഇനി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ഈ തിയറി എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിൽ ഒന്നാമത്തത് പോളിസി ഡിസൈൻ ആണ്. അതായത് ഇൻസൈറ്റ്സ് ഫ്രം ദ തിയറി ആർ യൂസ്ഡ് ഇൻ, ഈ തിയറിയിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് ടാക്സ് പോളിസിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, മിനിമം വേജ് ലോസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ആൻഡ് ഇന്റർവെൻഷൻസ് ടു എൻഷുർ ഫെയർ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഫെയർ ആയിട്ടുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണോ, അത് എല്ലാവർക്കും ഫെയർ ആയിട്ടുള്ള മതിയായിട്ടുള്ള ഇൻകം ആണോ കിട്ടുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിനുള്ള ഇൻസൈറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ഇൻഇക്വാലിറ്റി, അസമത്വം മനസ്സിലാക്കുന്നതിന് ഈ തിയറി ഉപയോഗിക്കുന്നുണ്ട്. അതായത് എക്സ്പ്ലെയിൻസ് വൈ സർട്ടൺ ഫാക്ടേഴ്സ്, അതായത് ക്യാപിറ്റൽ പോലെയുള്ള സർട്ടൺ ഫാക്ടേഴ്സ് മൈറ്റ് ഏൺ ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി ഹയർ റിവാർഡ്സ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഫാക്ടേഴ്സ്, അതായത് ഈ ക്യാപിറ്റൽ, മെഷീനറീസ് ലേബറിനെക്കാട്ടിലും കൂടുതൽ റിവാർഡ് ഏൺ ചെയ്യുന്നത്, ആ ഒരു ഡിസ്പ്രൊപ്പോർഷൻ എങ്ങനെ ഉണ്ടാകുന്നു ഇൻ മോഡേൺ എക്കണോമിക്സിന് ഈ ഒരു ഡിസ്പ്രൊപ്പോർഷൻ എങ്ങനെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നതിനും ഈ തിയറി ഉപയോഗിക്കുന്നുണ്ട്. ദ മോഡേൺ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബിൽഡ്സ് അപ്പോൺ ക്ലാസിക്കൽ ഐഡിയാസ്. അതായത് ഇത് ക്ലാസിക്കൽ ഐഡിയാസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മോഡേൺ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബിൽഡ് ചെയ്തേക്കുന്നത്. ബട്ട് ഇൻകോർപ്പറേറ്റ്സ് കണ്ടംപററി എലമെന്റ്സ്. എന്നാൽ ഇതിൽ കണ്ടംപററി ആയിട്ടുള്ള സമകാലീനമായിട്ടുള്ള ചില എലമെന്റ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് ലൈക്ക് ടെക്നോളജി, ഇംപെർഫെക്റ്റ് മാർക്കറ്റ്സ് ആൻഡ് ഡൈനാമിക് ചേഞ്ചസ്, ഇങ്ങനെയുള്ള കണ്ടംപററി ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് മേക്കിംഗ് ഇറ്റ് കോർണർ സ്റ്റോൺ ഓഫ് എക്കണോമിക് തോട്ട് ഓൺ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇൻകം ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയുള്ള ആ ഒരു ചിന്തയ്ക്ക് ഒരു കോർണർ സ്റ്റോൺ, ഒരു അടിത്തറ പാകുകയാണ് ഈ തിയറി ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.